അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. പ്രിയപ്പെട്ടവരെ, ആകുലതകളുടെ തീവ്രതയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ ഒരുപക്ഷെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ ഈ പ്രാർത്ഥന എപ്പോഴാണ് ബലപ്പെടുന്നതെന്നറിയാമോ? പ്രാർത്ഥനയോടെ കണ്ണുനീരിനോട് മനോവ്യസനവും കൂടെ ചേരുമ്പോൾ അതിൻ്റെ രീതിക്ക് മാറ്റം വരും. എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒത്തിരി പരിചിതമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 2 അതിപ്രധാനമായ സംഭവങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. 1, നമ്മുടെ ചിന്താകുലങ്ങൾ. 2, നമുക്കായി ദൈവത്തിൻ്റെ കരുതലുകൾ. അതിലെന്താണ് നമ്മുടെ ചിന്താകുലം? ഞാൻ ആ വാക്കിങ്ങനെ ചിന്തിച്ചു വന്നപ്പം കരുതലുകളെ കുറിച്ചുള്ള ആകുലത ഒരുവനിൽ ഉണ്ടാകുമ്പോഴാണ് അതിനെ ചിന്താകുലങ്ങളെന്ന് വിളിക്കുന്നത്. ആര് കരുതും, എങ്ങനെ നടക്കും, ആര് സഹായിക്കും, ഈ ചിന്തകൾ, അതാണ് ചിന്താകുലത. PSC ബൈബിളിനകത്ത് അതിന് ഉത്കണ്ഠ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉത്കണ്ഠകളെ കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കാരണം അവിടുന്ന് നമുക്കായി കരുതുന്ന ദൈവമാണ്. ഞാൻ ചിന്താകുലങ്ങൾ എന്നുള്ള ആ പദത്തെ അല്പം കൂടെ കാര്യമായി ഒന്ന് വിശകലനം ചെയ്തപ്പം ഗ്രീക്ക് ബൈബിളിൽ അതിന് മെരിപ്നാൻ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിക്ഷണറിക്കകത്ത് ആ വേർഡിന് ഒത്തിരി മീനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്കണ്ടൻമെന്റ് അഥവാ അസംതൃപ്തി, ഡിസ്കറേജ്മെന്റ്, ആൻസൈറ്റി, പെയിൻ, സഫറിങ്സ്, ഇങ്ങനെ പലതും അതിനകത്ത് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ അർത്ഥങ്ങൾ ഒന്നുമല്ല ബൈബിൾ നൽകുന്ന അർത്ഥങ്ങൾ. അതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിന് നൽകുന്നുണ്ട്. അത് പല സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഭക്തന്മാരായിട്ടുള്ള വലിയ ദൈവപ്രവർത്തികളെ കണ്ടിട്ടുള്ള, പ്രാപിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ഈ വിധത്തിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആ ഉത്കണ്ഠകളുടെ എല്ലാം അവസാനം ദൈവത്തിൻ്റെ കരുതലുകളെ കണ്ട് അവർ ആശ്വസിക്കുന്നതായിരുന്നു. ഓരോരുത്തരുടെയും വിഷയത്തിൽ പല വിധത്തിലാണ് ഈ ആകുലതയെ, ഉത്കണ്ഠയെ ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വ്യക്തി ഹന്നയാണ്. നമ്മുടെ ഈ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പം അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവിടെ അവളുടെ ചിന്താകുലത്തെ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം മനോവ്യസനം എന്നുള്ളതായിരുന്നു. മനോവ്യസനം. ഞാൻ ആ മനോവ്യസനം എന്നുള്ള ആ ഒരു വാക്ക് അല്പം കൂടി ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിച്ചപ്പം പല ട്രാൻസ്ലേഷനുകളിൽ പല വേർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ബിറ്റർനെസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മനോവ്യസനം, ആ ഭാഗത്ത് ബിറ്റർനെസ് എന്നാണ് പറയുന്നത്. വേറൊരു ട്രാൻസ്ലേഷനിൽ, കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ ബ്രോക്കൺ ഹാർട്ടഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വേറൊരു ട്രാൻസ്ലേഷനിൽ സോ സാഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഓരോ പരിഭാഷകൾ
വളരെ വ്യത്യസ്തങ്ങളായ പദങ്ങൾ പറയുമ്പോൾ ആ മനോവ്യസനത്തിന്, ആ ആകുലതയ്ക്ക് വളരെ ഗൗരവതരമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായി വരികയാണ്. അതിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ പറയുന്ന ആ വേർഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ബിറ്റർനെസ്. എന്താണിപ്പോൾ ഹന്നയുടെ ബിറ്റർനെസ്സിന്റെ കാരണം? അവളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചയല്ല, അവളുടെ സാമ്പത്തിക ഭദ്രതയിലുണ്ടായ ശോഷണമല്ല, അവളുടെ ആരോഗ്യസ്ഥിതിയിലുണ്ടായ പ്രശ്നമല്ല, ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു തലമുറ കാണാൻ പറ്റുന്നില്ല. ആ തലമുറ കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാരണത്തേക്കാൾ തലമുറയെ കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഭവനത്തിനകത്ത് നിന്ന് നേരിടേണ്ടി വന്ന ദുഃഖകരമായ സംഭവങ്ങൾ, അത് ശരിക്കും ഹന്നയെ മുറിപ്പെടുത്തി, തൻ്റെ ജീവിതത്തെ കയ്പാക്കി. അതുകൊണ്ട് ഇവിടെ ബിറ്റർനെസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പുറത്തുനിന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രഷറുകളേക്കാൾ സഹിക്കാൻ പറ്റാത്തത് അകത്ത് നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറുകളാണ്. രക്തബന്ധങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സ്വന്തക്കാർ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കുമ്പോൾ അവിടെയാണ് ഹൃദയം തകർക്കപ്പെടുന്നത്, അവിടെയാണ് ജീവിതം കയ്പാകുന്നത്. പുറത്തുള്ളവർ എതിർത്താൽ അത് നമുക്ക് എങ്ങനെയും നേരിടാൻ പറ്റും. ഹന്നയ്ക്ക് സ്വന്തം ഭവനത്തിൽ നിന്നാണ് പ്രശ്നം. അവളുടെ ഹൃദയം കയ്ച്ചുപോയി, ബിറ്റർനെസ് ഉണ്ടായി, മനോവ്യസനം ഉണ്ടായി, അവളുടെ ഹൃദയം തകർക്കപ്പെട്ടു. അതുകൊണ്ട് ബ്രോക്കൺ ഹാർട്ടഡ് എന്നെഴുതിയിരിക്കുന്നത്. ഇതുപോലെ ജീവിതം കഴിച്ചുപോയ ഒരു സ്ത്രീയുണ്ട്, അത് നവോമിയാണ്. നമുക്കറിയാം ബേതൽഹേമിൽ സംഭവിച്ച ക്ഷാമം, അവിടെ നിന്ന് മോവാബിലേക്കുള്ള ഓട്ടം. ബേതൽഹേമിലെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മോവാബിലേക്ക് നവോമി ഓടി. ദൈവിക കരുതലുകളിൽ നിന്ന് സ്വന്തം കരുതലുകളെ തേടിയുള്ള ഓട്ടത്തിൽ പക്ഷെ നവോമിക്ക് പിഴച്ചുപോയി. 3 ശവ അടക്കുകൾ നവോമിയുടെ വീട്ടിൽ നവോമിക്ക് നടത്തേണ്ടി വന്നു. നവോമിയുടെ ഭർത്താവ് മഹ്ലോൻ, കില്ലിയോൻ, ഈ പേരുള്ള 2 ആൺമക്കൾ. സാമ്പത്തിക നഷ്ടത്തെക്കാൾ, ആരോഗ്യത്തിലെ നഷ്ടത്തെക്കാൾ ഭീകരമായ നഷ്ടമാണ് നവോമിക്കുണ്ടായത്, ആൾ നഷ്ടം. അവിടെ തുടരാൻ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ നവോമി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ, നവോമി വന്നു എന്നുള്ള സന്തോഷത്തിൽ നാട്ടുകാർ ഓടി വന്നപ്പോൾ നവോമി നാട്ടുകാരോട് പറഞ്ഞ പദം ഇതാണ്: നിങ്ങൾ എന്നെ ഇനി നവോമി എന്ന് വിളിക്കണ്ട, നിങ്ങൾ എന്നെ ഇനി മാറാ എന്ന് വിളിച്ചാൽ മതി. എന്നാ നവോമിയെ കാര്യം? സർവശക്തൻ എനിക്ക് അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ കയ്പ് എന്ന് പറയുമ്പോൾ നഷ്ടങ്ങൾ ഉൾപ്പെടുന്ന, പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന, ശൂന്യതകളിലിരിക്കുന്ന ഒരു സാഹചര്യം. നവോമിയുടെ അനുഭവത്തിൽ നമുക്കത് മനസ്സിലാകും. ഇതേ പദമാണ് ഹന്നയ്ക്ക് ഇപ്പോഴുള്ളത്. ഹന്ന ദൈവസന്നിധിയിൽ വരികയാണ്. അവളുടെ ഹൃദയത്തിന്റെ തകർച്ച, അവളുടെ മനസ്സിന്റെ കയ്പ്, അവൾ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളുടെ ആ വലിയ ആഴങ്ങൾ, അത് ദൈവസന്നിധിയിൽ അവൾ പകരുകയാണ്. സ്തോത്രം. അതാ ഇവിടെ പറയുന്നത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ. ഇവിടെ വായിക്കുന്നത്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. എൻ്റെ ചിന്ത ഞാൻ പറയുകയാണ്, നേരത്തെയും കരഞ്ഞിട്ടുണ്ടാവും. ഒരു കുഞ്ഞില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിൽ ഭയങ്കരമാണ്. നേരത്തെയും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കരച്ചിലിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രാർത്ഥിച്ചു കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ
പ്രാർത്ഥനകൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ലളിതമായ ഒരു പ്രാർത്ഥനയല്ല. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. കരച്ചിൽ നേരത്തെ ഉണ്ട്. ഇപ്പോഴത്തെ കരച്ചിൽ പ്രാർത്ഥനയും കൂടെ ചേർന്ന ഒരു കരച്ചിലാണ്. ആ പ്രാർത്ഥന മനോവ്യസനത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയരെ, ഞാൻ ആത്മാവിൽ പറയാം, നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമുക്കെല്ലാം വിഷയങ്ങളുണ്ട്, നമുക്കെല്ലാം സങ്കടങ്ങളുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഈ പ്രാർത്ഥന എപ്പോഴാണ് ബലപ്പെടുന്നതെന്നറിയാമോ? പ്രാർത്ഥനയോടെ കണ്ണുനീരിനോട് മനോവ്യസനവും കൂടെ ചേരുമ്പോൾ അതിൻ്റെ രീതിക്ക് മാറ്റം വരും. അപ്പൊ പ്രാർത്ഥന പ്ലസ് മനോവ്യസനം പ്ലസ് കരച്ചിൽ, മനോവ്യസനത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടാകുന്ന കരച്ചിലിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥന. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. ദാവീദ് അത് മനസ്സിലാക്കിയിട്ട് പറയുക, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ഹനനയാഗം അർപ്പിക്ക് എന്ന് ദൈവം പറയുന്നില്ല, ഹോമയാഗം അർപ്പിച്ചാല് പ്രസാദിക്കൂ എന്നും പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. അപ്പൊ ആ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഹനനയാഗത്തെക്കാൾ ഹോമയാഗത്തെക്കാൾ വിലയുള്ള ഒന്നാണ് മനോവ്യസനം. ഇവിടെ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് മനോവ്യസനത്തോടെയാണ്. അപ്പൊ പ്രാർത്ഥന, കരച്ചിൽ, മനോവ്യസനം, ഇത് മൂന്നും കൂടെ ചേർന്ന ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഹന്നയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. ഞാനതുകൊണ്ട് ആത്മാവിൽ പറയാം, നമ്മുടെ സങ്കടങ്ങളുടെ ആധിക്യത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് വളരെ ഫലം തരുവാൻ കഴിയും, വളരെ ചലനങ്ങളെ ഉളവാക്കുവാനായിട്ട് കഴിയും. ഹന്ന ആ വിഷയത്തിൽ ആകുലപ്പെട്ടു. അതിനെ മനോവ്യസനം എന്നാണ് വിളിക്കുന്നത്. ആ മനോവ്യസനം മാറിയത്, ആ ആകുലത മാറിയത് എപ്പോഴാണോ അവൾ ദൈവസന്നിധിയിൽ വന്നത് അപ്പോഴാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വാക്ക് ദാവീദിനോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. ഇതുമായി വളരെ ബന്ധമുള്ളത്. ഹന്നായിക്കും മനോവ്യസനമാണ്. എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വ്യസനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ വലിയ കഷ്ടത്തിലായി എന്നും അവിടെ പറയുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു വലിയ സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് ദാവീദും കൂട്ടരും താമസിച്ച സിക്ലാഗ്. ആ സിക്ലാഗ് ഒരു സുപ്രഭാതത്തിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഭാര്യമാർ അടിമകളായി പിടിക്കപ്പെട്ടു പോയി, മക്കളെ അടിമകളാക്കി ശത്രുക്കൾ കൊണ്ടുപോയി, സകല സമ്പത്തുകളെയും അപഹരിച്ചു, ബാക്കി ശേഷിച്ചിരുന്ന കൂടാരങ്ങൾക്ക് മുഴുവൻ തീയിട്ടു. ദാവീദും കൂട്ടരും മടങ്ങി വന്നപ്പോൾ വലിയൊരു നഷ്ടമാണ് അവർ കാണുന്നത്. ആ നഷ്ടം കണ്ടുപോയ ദാവീദ് വലിയ കഷ്ടത്തിലായിപ്പോയി, മനസ്സ് വ്യസനിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. പക്ഷേ ഈ ആകുലത, ഈ വ്യസനം ദാവീദിൽ സംഭവിച്ചപ്പം ദാവീദ് എന്താ ചെയ്തേ? ഹന്ന ചെയ്തതുപോലെ തന്നെ ദാവീദ് അവിടെ ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഒരു സൈഡിൽ ഭീകരമായ നഷ്ടമുണ്ട്, ഒരു സൈഡിൽ ഭീകരമായ പ്രയാസം വന്നിട്ടുണ്ട്, ഒരു സൈഡിൽ സമാനതകളില്ലാത്ത സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം ദൈവത്തിലുള്ള ധൈര്യമായിരുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നമ്മുടെ ഒരു വശത്ത് നമ്മൾ വലിയ ആകുലതകളെ കാണുന്നുണ്ടെങ്കിൽ ആ ആകുലതകൾ നമ്മളിലുള്ളതാണെന്നും
അത് നമ്മുടെ ചിന്തയിൽ നിന്ന് പുറത്തു വരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൽ ധൈര്യപ്പെട്ടാൽ അവിടെ പരിഹാരമുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. പ്രിയപ്പെട്ടവരെ, ആകുലതകളുടെ തീവ്രതയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ ഒരുപക്ഷെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിന് ചിലപ്പോൾ നാളുകൾ എടുത്തെന്ന് വരും, അത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഞാൻ പറയാം, ആകുലതയുടെ മറുവശത്ത് ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്ക് വേണ്ടിയുണ്ട്. ഒരു സാധാരണ ചിന്ത അതിനോട് ചേർത്ത് ഞാൻ പറയാം. അബ്രഹാം മോറിയ കുന്നിലേക്ക് മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി കയറി ചെന്നപ്പോൾ, സ്തോത്രം, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ദൈവം കരുതിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ മുകളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ മറുവശത്ത് കൂടി ഇസഹാക്കിന് പകരം യാഗം കഴിക്കപ്പെടേണ്ടുന്ന ഒരു ആട്ടിൻകുട്ടിയും കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പകലിൽ ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം, സ്തോത്രം, ഈ സമ്മേളനം വരെ നിനക്ക് വേണ്ടി ദൈവം കരുതിയ കരുതലുകളുടെ കരുത്ത് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അത് നിന്റെ മുൻപിൽ മറയപ്പെട്ടിരിക്കുകയായിരിക്കും, അത് അജ്ഞാതമായിരിക്കും. എന്നാൽ ഞാൻ പറയാം, ഈ ഉത്കണ്ഠകളുടെയും ആകുലതകളുടെയും അപ്പുറത്ത് ദൈവം കരുതും എന്നുള്ള ഒരു ഫെയ്ത്തിൽ ആ പ്രശ്നത്തെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുക, അതിനെ ചവിട്ടി കയറുക. നിശ്ചയം നിങ്ങളൊരു പോയിന്റിലെത്തും. ആ പോയിന്റിൽ മറുവശത്ത് നിന്ന് വരുന്ന ദൈവിക കരുതലും നിങ്ങളുടെ ആകുലതയും തമ്മിൽ കൂട്ടിമുട്ടും. അവിടെയാ ദൈവം പറയുന്നത്, ഞാൻ യഹോവ ജായിറയാണ്, ഞാൻ കരുതുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവിക കരുതലിനെ ആത്മക്കണ്ണാൽ കാണാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ആകുലതകളുമായി, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അങ്ങ് കയറി അങ്ങ് ചെന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ ലാസ്റ്റ് പോയിന്റിൽ ചെന്നിട്ട് ദൈവിക കരുതലിനെ കാണുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ആത്മക്കണ്ണാലൊന്ന് കാണാൻ പറ്റുമോ? നമ്മളിൽ പലരും മോറിയാമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മുടെ ആകുലതകൾ, അത് മോറിയാമല കയറുന്നതിന്റെ ഭാഗമാണ്. കയറി അങ്ങ് മുകളിൽ ചെന്ന് യാഗപീഠവും പണിത് കഴിയുമ്പോൾ ദൈവത്തിന്റെ കരുതൽ അവിടേക്ക് വെളിപ്പെട്ട് വരും. ഞാൻ പറയാം, നിയോഗങ്ങളോട് ചേർന്ന് നിൽക്ക്, നഷ്ടങ്ങൾ വരത്തില്ല. ആകുലതകളും ഉത്കണ്ഠകളും നമ്മളിൽ ഉണ്ടാകുന്നതാ, അതിനപ്പുറത്ത് ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. ദാവീദ് വ്യസനിച്ചു, പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ബലപ്പെടുക. സ്തോത്രം. ഇതുപോലെ വ്യസനിച്ച മറ്റൊരാളാണ് മാർത്ത. മാർത്ത ശുശ്രൂഷയാൽ കുഴങ്ങി എന്നാണ് അവിടെ പറയുന്നത്. ലൂക്കോസ് 10:41. ശുശ്രൂഷയാൽ കുഴങ്ങി. എന്നിട്ട് യേശുവിനോട് എന്ന് ചോദിക്കുക, ഞാന് ഇങ്ങനെ തനിച്ച് വീട്ടിൽ അധ്വാനിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു അവളെ നോക്കി പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പൊ ആകുലതകളുടെ, ഉത്കണ്ഠകളുടെ ഒരു മേഖലയാണ് മനം കലങ്ങുക എന്ന് പറയുന്നത്. ആരുടെ ഹൃദയത്തിലാണോ ആകുലത വരുന്നത്, ആരുടെ ഹൃദയത്തിലാണോ നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകൾ വരുന്നത്, ആ ചിന്തകളുടെ പിന്നിൽ മനസ്സ് കലങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, നിന്റെ മനസ്സ് കലങ്ങി. സത്യത്തിൽ അത് മാർത്ത ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടുണ്ടായതാ. നമ്മളീ പലരും ചിന്തിക്കാൻ ഇതുപോലെ മിടുക്കന്മാർ, ചിന്തിക്കുന്നതിൽ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. ചിന്തിച്ച് 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 നമ്മൾ ഒത്തിരി മേഖലയിലോട്ടങ്ങ് ചിന്തിച്ചു പോകും. കർത്താവ് പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. അതുകൊണ്ട് എന്നാ പറ്റിയ, നിന്റെ മനസ്സ് ഇപ്പോ കലങ്ങിയിരിക്കുക, നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.
അപ്പം മാർത്ത വിചാരപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം 3 പദങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഒന്നാമത്തെ പദം ഹന്നയുടെ മനോവ്യസനം. രണ്ടാമത്തെ പദം ദാവീദിന്റെ വ്യസനം. മൂന്നാമത്തെ പദം മാർത്തയുടെ വിചാരം. ഇനി ഇതിന് 4-മതൊരു പദം കൂടെയുണ്ട്. അത് ശിഷ്യന്മാരുടെ ഭീരുത്വം. ഇതെപ്പോഴാ സംഭവിച്ചതെന്നറിയാം? മർക്കോസിന്റെ സുവിശേഷം 4-38 വാക്യം വായിക്കുമ്പോൾ, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയപ്പോ വലിയ കാറ്റുണ്ടായി, വലിയ തിരയുണ്ടായി. കടലിൽ വിദഗ്ധന്മാരായ ശിഷ്യന്മാർ പേടിച്ചുപോയി. അവർ യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? യേശു തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുന്നത് എന്ത്? അവർക്ക് മനസ്സിലായ ഒരു കാര്യം, കടലിന്റെ ആഴങ്ങളുടെ പരിചയങ്ങൾക്ക് തങ്ങളെ സഹായിക്കാൻ പറ്റാത്തതിലും ഭീകരമാണ് കടലിലെ അന്തരീക്ഷം. തിരിഞ്ഞു നീന്തിയാലും മുന്നോട്ട് നീന്തിയാലും സൈഡിലേക്ക് നീന്തിയാലും അവരുടെ നീന്തൽ കൊണ്ട് എത്താൻ പറ്റുന്നതിനപ്പുറമാണ് കര. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ നശിക്കുകയാണ്. ഞാൻ പറയാം പ്രിയരെ, നമ്മൾ ആരുടെ വാക്ക് കേട്ട ഇറങ്ങിയത്? നാം വിശ്വാസത്തിൽ ദൈവത്തെ കണ്ടല്ലേ ഇറങ്ങിയത്? നാം വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചല്ലേ ഇറങ്ങിയത്? അതിൽ നമ്മൾ നടുക്കടലിൽ പെട്ടുപോകുമെന്നുള്ളത് നമ്മുടെ ചിന്തയല്ലേ? നമുക്കറിയാം പിന്നോട്ട് നീന്താൻ പറ്റില്ല, എത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് കര. മുന്നോട്ട് നീന്താൻ പറ്റില്ല, എത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് കര. ഇടത്തോട്ടും വലത്തോട്ടും നീന്താൻ പറ്റില്ല, എത്താൻ പറ്റുന്നതിനപ്പുറമാണ് കര. അവിടെ നമ്മൾ ഉറപ്പിച്ചു, നമ്മൾ നശിച്ചു പോകും. ഇല്ല, നിന്റെ പ്രശ്നത്തിന്റെ ഭീകരത നിന്റെ മനസ്സിനെ മതിക്കുമ്പോഴാണ് നിനക്ക് ഭീരുത്വം ഉണ്ടാകുന്നത്, നിനക്ക് ആകുലത ഉണ്ടാകുന്നത്. പക്ഷെ ആത്മാവിൽ പറയാം, ആ പ്രശ്നത്തിന്റെ ഭീകരത അതിൻ്റെ സകല തീവ്രതയോടും കൂടെ നിൽക്കുന്ന ഇടത്ത് അതിനെ ശാന്തമാക്കുന്ന ഒരു ദൈവിക കരുതലിനെ നീ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ അത് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളുടെ ഏറ്റവും തീവ്രതയുടെ അകത്ത് ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്ത് ഒരു കരുതൽ വരും, ഒരു കരുതൽ വരും. ആ പ്രശ്നത്തിനകത്ത് വിശ്വസിക്കേ, നമ്മുടെ പ്രശ്നത്തിനകത്ത്, നമ്മുടെ സാഹചര്യത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ് ജീസസ്. അപ്പൊ അതിലൊരു പദമാണ് ഭീരുത്വം. ഇനി ഇതിന് പറയാൻ പറ്റുന്ന മറ്റൊരു പദമുണ്ട്. അത് 2 കൊരിന്ത്യർ ലേഖനം 11-28 വാക്യത്തിലാണ്. ചിന്താഭാരം എന്നാണ് അവിടെ വായിക്കുന്നത്. പൗലോസ് പറയുന്നു, സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് എന്ന് വായിക്കുന്നുണ്ട്. അതും ഒരു തരം ആകുലതയാണ്. അപ്പം മനോവ്യസനം, വ്യസനം, വിചാരം, ഭീരുത്വം, ചിന്താഭാരം, ഇതെല്ലാം നമ്മുടെ ആകുലതകൾക്കകത്തുണ്ട്, ഉത്കണ്ഠക്കകത്തുണ്ട്. ഇവരെല്ലാം ഈ വിധത്തിൽ ആകുലപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ പ്രശ്നത്തിന്റെ തീവ്രതയിൽ അവർ കർത്താവുമായിട്ട് ബന്ധമുള്ളവരായിരുന്നത് കൊണ്ട് അതിനകത്ത് നിന്ന് അവർ അത്ഭുതകരമായി പുറത്തു വന്നു. ഞാൻ പ്രവചിച്ചു പറയാം, പ്രശ്നത്തിന്റെ തീവ്രത ആ ഒരു സൈഡിൽ നിന്നോട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിനകത്തുനിന്നും നമ്മൾ പുറത്തു വരും. ഇവർ വന്നത് ആ ഒരു നിലയില്ല. കർത്താവുമായി അവർ കൂടിച്ചേർന്നപ്പോൾ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വന്നു. പഴയ പുതിയ നിയമങ്ങൾ മാറി മാറി നോക്കിക്കോ. കർത്താവ് പറയുന്നത്
നമ്മുടെ ഭാരം വഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. സങ്കീർത്തനം 55:22 വരുമ്പോൾ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാരം അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, കർത്താവ് നമ്മളെ പുലർത്തും. നമ്മൾ നമ്മുടെ ഭാരം ദൈവകരങ്ങളിൽ വെച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലതിലും കുഴങ്ങുന്നത്, നമ്മൾ ആകുലപ്പെടുന്നത്. വേറെ പലയിടങ്ങളിൽ ഈ വിധത്തിലുള്ള വാക്യങ്ങൾ കാണാമല്ലോ. അപ്പൊ പഴയ പുതിയ നിയമങ്ങൾ ഒരുപോലെ പറയുകയാണ്, നിന്റെ പ്രശ്നം താങ്ങാൻ കരുത്തുള്ള ഒരു ചുമൽ എനിക്കുണ്ട്. അതുകൊണ്ട് നാം തന്നെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കേണ്ടതില്ല, അത് കർത്താവ് വഹിച്ചോളൂ. ഒത്തിരി അപമാനിക്കപ്പെടുന്നുണ്ടോ? ആ അപമാനം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. ഒത്തിരി ഉപദ്രവിക്കപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? ആ ഉപദ്രവത്തിന്റെ ഭീകരത നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. ഒത്തിരി എതിർപ്പുകളെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന്റെ ഭീകരത നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. അത് കർത്താവിന്റെ കരുത്തിലോട്ട് കൊടുത്താൽ മതി.